ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിൽ നിന്നുമുള്ള റോഹിംഗ്യൻ ഇസ്ലാമിക അഭയാർത്ഥികളെ കൈക്കൊള്ളാനോ താൽക്കാലികമായി പോലും അവർക്ക് അഭയം നൽകാനോ അവർ ആശ്രയിച്ച ഇന്തോനേഷ്യ അടക്കമുള്ള ഒരു ഇസ്ലാമിക രാജ്യവും തയ്യാറാകാതെയും അവർ വന്ന് ജീർണിച്ച മരക്കപ്പൽ തീരത്ത് അടുപ്പിക്കാൻ പോലും അനുവദിക്കാതെ നിർദ്ദയം അവരെ തല്ലിയോടിക്കുകയും ചെയ്തതോടെ റോഹിംഗ്യൻ ഇസ്ലാമിക സമൂഹത്തിന്റെ ജീവിതം സമാനതകളില്ലാത്ത വിധത്തിൽ നരകതുല്യമായ ദയനീയാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഈ ലോകത്തിന്റെ കാപട്യവും ക്രൂരതയും എന്തെന്നറിയാത്ത കൊച്ചുകുട്ടികളെ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് പ്രതീക്ഷകളില്ലാതെ പെരുവഴിയിലകപ്പെട്ട് നിലവിളിക്കുന്ന റോഹിംഗ്യൻ മുസ്ലിമുകളുടെ അവസ്ഥ കണ്ടാൽ ന്യൂനപക്ഷ ഇരവാദത്തെ മുതലെടുപ്പിനും വോട്ട് ബാങ്കിനും മറയാക്കുന്ന ഇടതുപക്ഷം അടക്കമുള്ള അവസരവാദികൾക്ക് ഒരു ചുക്കും തോന്നാനിടയില്ല. പക്ഷേ മനുഷ്യത്വമുള്ളവരുടെയെല്ലാം കരളലിഞ്ഞുപോകും. പീഡനത്തിന് ഇരയായി ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നഷ്ടമായ മ്യാൻമറിലെ റോഹിംഗ്യൻ ന്യൂനപക്ഷത്തിലെ ഒരു കൂട്ടം ആളുകൾ തങ്ങളുടെ സഹോദരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇന്തോനേഷ്യ തങ്ങളെ തള്ളിക്കളയത്തില്ലെന്നും അവിടെ തങ്ങൾക്ക് അഭയം കിട്ടുമെന്ന് കരുതി കണ്ണിൽ കണ്ട ഒരു തടിബോട്ടിൽ കയറി കഴിഞ്ഞ ദിവസം ഇന്തോനേഷ്യയിലെ ആശയ പ്രവിശ്യയുടെ തീരത്ത് എത്തി. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാഷ്ട്രമായ ഇന്തോനേഷ്യക്കാർ അവരോട് പെരുമാറിയത് സമാനതകളില്ലാത്ത വിധത്തിൽ ക്രൂരമായിരുന്നു. ബോട്ട് കരയ്ക്കടുപ്പിക്കാനോ അതിൽ നിന്നും ആരെങ്കിലും തീരത്തേക്ക് ഇറങ്ങാനോ അനുവദിക്കാതെ ക്രൂരമായി അവരെ തല്ലിയോടിച്ച് തിങ്ങിനിറഞ്ഞ അവരുടെ ബോട്ടിലേക്ക് തിരികെ കയറ്റുകയായിരുന്നു. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ആയുസ് കഴിക്കണമെന്ന് കരുതി കരയിലേക്ക് നീന്തിക്കയറിയ ചില അഭയാർത്ഥികളാകട്ടെ കടൽത്തീരത്ത് കുഴഞ്ഞു വീണു. കരയ്ക്കിറങ്ങാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് ജീർണിച്ച ബോട്ടിൽ തിരികെ കയറിയ അഭയാർത്ഥികൾ എങ്ങോട്ടു പോകണമെന്നറിയാതെ ഡസൻ കണക്കിന് കിലോമീറ്ററുകൾ കടലിലൂടെ കിഴക്കോട്ടും വടക്കോട്ടും സഞ്ചരിച്ചു. റോഹിംഗ്യൻ ഇസ്ലാമിക ന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ള ഈ ഭൂരിഭാഗം അഭയാർത്ഥികളും മലേഷ്യയിലോ ഇന്തോനേഷ്യയിലോ തങ്ങൾക്ക് അഭയം കിട്ടുമെന്ന് കരുതി പലരുടെയും വാക്കുകൾ വിശ്വസിച്ച് പഴകിപ്പൊളിഞ്ഞ ബോട്ടുകളിൽ ദീർഘവും അപകടം നിറഞ്ഞതുമായ കടൽ യാത്രകൾക്കായി ഇറങ്ങിപ്പുറപ്പെട്ട് തങ്ങളുടെ ജീവൻ ഹോമിക്കുന്നത് പതിവായിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ മാസങ്ങളിൽ ഇത്തരത്തിൽ 200ഓളം റോഹിംഗ്യർ മരിക്കുകയോ കാണാതാവുകയോ ചെയ്തതായി കണക്കുകൾ പറയുന്നു. മെഡിറ്ററേനിയൻ കടൽ ഇസ്ലാമിക അഭയാർത്ഥികളുടെ ശവപ്പറമ്പാകുന്നുവെന്ന റിപ്പോർട്ടിനെ ഉറപ്പിക്കുന്ന വിധത്തിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ ദയനീയമായി അലയുകയാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇവരെ മുസ്ലിം രാഷ്ട്രങ്ങൾ പന്തുപോലെ തട്ടിക്കളിക്കുകയാണ്. ഇവർക്കു വേണ്ടി വാദിക്കാനോ കരയാനോ തീവ്രവാദികൾക്കു വേണ്ടി ഐക്യദാർഢ്യ റാലി സംഘടിപ്പിക്കാൻ തട്ടുകെട്ടിയ ഇടതുപക്ഷമോ കോൺഗ്രസോ തയ്യാറാകാത്തത് നന്നെ കഷ്ടം തന്നെയാണ്. കാര്യസാധ്യത്തിനു വേണ്ടി വില കുറഞ്ഞ അടവെടുക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയും മതസംഘടനകളുടെയും ഇസ്ലാമിക പ്രേമം തെല്ലും ആത്മാർത്ഥതയില്ലാത്ത വെറും സ്റ്റണ്ടാണെന്ന് ഇതിൽ പരം എങ്ങനെ തെളിയിക്കാൻ? ഈ വേളയിൽ അഭയാർത്ഥികളായി എത്തിയവർക്ക് തങ്ങളുടെ വീടും ചുറ്റുപാടുകളും തുറന്നുകൊടുത്ത് ഭക്ഷണവും വസ്ത്രവും ജോലിയും നൽകി അഭയം കൊടുത്ത യൂറോപ്പിലെ മനുഷ്യർ എത്രയോ ഉയർന്ന ചിന്ത കാത്തുസൂക്ഷിക്കുന്നവർ ആണ് എന്ന് ലോകമെങ്ങുമുള്ള മനുഷ്യർ ഓർത്തുപോവുകയാണ്.